ഹായ് എവരിവൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ്. അപ്പോൾ നമുക്ക് വന്നിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുടെ ഒരു കാര്യമാണ് മാത്ത് ഒളിമ്പ്യാഡിന് പഠിക്കാൻ പറ്റിയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണെന്നുള്ളത്. സോ അതിനുള്ള ബുക്സ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ തന്നെ നമുക്ക് കാണാം. അതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. മാത്ത് ഒളിമ്പ്യാഡ്, നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള മാത്ത് ഒളിമ്പ്യാഡ്, അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. എന്താണ്, വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്, നല്ലൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. നമ്മൾ മാത്സിൽ എക്സൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ ടാലന്റ് മുഴുവൻ ഷോക്കേസ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ മാത്ത് ഒളിമ്പ്യാഡ് ഉണ്ടാവും. ആൻഡ് അതിൻ്റെ ഒരു കണ്ടക്ടിങ് പീരീഡ് നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ മുതലാണ് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുക. 2024 സൈക്കിൾ ഓൾമോസ്റ്റ് എന്താണ് പകുതി സ്റ്റേജിൽ എത്തി. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജുകളും കൂടെ നടക്കാനുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ സെപ്റ്റംബറിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റേജുകൾ നമ്മൾ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജസ് നമ്മുടെ IOQM, ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ്. സെക്കൻഡ് സ്റ്റേജ് നമ്മുടെ റീജിയണൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ആണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള ബുക്സ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്സിൽ തന്നെയുണ്ട്. പക്ഷേ ഈ ബുക്സ് ഓടിപ്പോയി പർച്ചേസ് ചെയ്യണോ? വേണ്ട. ഈ ബുക്സ് പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ സ്കൂൾസിലെ മാത്സ് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടോ? സ്കൂൾസിലെ മാത്സ് എക്സാംസിലും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്സ് വാങ്ങുന്നുണ്ടോ? ദെൻ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതാറുണ്ടോ? ഫൗണ്ടേഷൻ പോലുള്ള കോഴ്സുകൾ ചെയ്യാറുണ്ടോ? അവിടെയും അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാത്സിൽ പഠിക്കുന്നുണ്ടോ? ഇത്രയും നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുക്സ് ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ആദ്യമേ വെറുതെ കുറേ ബുക്സ് വാങ്ങിയിട്ട് നമ്മൾ റഫായിട്ട് അല്ലെങ്കിൽ കുറേ ഇരുന്ന് വായിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ പ്രാക്ടീസ് നമ്മൾ കീപ്പ് അപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇൻ കേസ് നിങ്ങളുടെ പ്രാക്ടീസ് കുറച്ച് കുറവാണെങ്കിലും നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്ന ബുക്സ് ആണ്. സ്റ്റിൽ നമ്മളൊരു ഫൗണ്ടേഷൻ ലെവലിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നും കൂടെ അഡ്വാൻസ് ചെയ്യാൻ പറ്റിയുള്ള ബുക്സ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ കാണാം. സോ നമുക്ക് ആ ബുക്സിന്റെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് IOQM കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ MT ആണ്. സെക്കൻഡ് സ്റ്റേജ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ HBCSE ആണ്, ഹോമി ബാബ സെന്റർ ഫോർ സയൻസ് എഡ്യൂക്കേഷൻ ആണ്. നമ്മുടെ സയൻസ് ഒളിമ്പ്യാഡിന്റെ കേസിൽ അങ്ങനെയാണ്. ഇവിടെ നമ്മുടെ മാത്സ് ഒളിമ്പ്യാഡിന്റെ കേസാണ് പറയുന്നത്. സോ ഈ ഒരു കേസിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം HBCSE TIFR എന്ന് കാണാം. സോ ഒഫീഷ്യൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഒഫീഷ്യൽ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ ഹോം, എബൌട്ട് അസ്, പീപ്പിൾ, റിസർച്ച്, അക്കാഡമിക്, വിജ്ഞാൻ പ്രതിഭ ആൻഡ് ഒളിമ്പ്യാഡ്സ്. സോ ഈ ഒളിമ്പ്യാഡ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഒളിമ്പ്യാഡ് എക്സാംസിന്റെ ഡീറ്റെയിൽസ്, സിലബസ്, അല്ലെങ്കിൽ പഴയ പേപ്പറുകൾ, അതുപോലെ നമുക്ക് പഠിക്കേണ്ട ബുക്സ് ഒക്കെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. olympiads.hbcse.tifr.res.in ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം. ഇവിടെ നമ്മൾ നോക്കിയാൽ എബൌട്ട് ഒളിമ്പ്യാഡ്സിൽ ഇവിടെ ഒളിമ്പ്യാഡ് 2024-2025 കഴിഞ്ഞ സൈക്കിളാണ് ഇവിടെ കാണുന്നത്. സോ ഇതിൽ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് ക്ലിക്ക് ചെയ്താൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. നമുക്കറിയാം 8 മുതൽ 12 വരെയുള്ള ക്ലാസ്സിലെ സ്റ്റുഡൻസ് ആണ് കൂടുതലും നമ്മളുടെ മാത്ത് ഒളിമ്പ്യാഡ് എഴുതുന്നത്. അല്ലെങ്കിൽ എന്താണ് 9, 10, +1 സ്റ്റുഡൻസ് ഒക്കെ ആയിരിക്കും കൂടുതൽ എഴുതുന്നുണ്ടാവുക, അവരുടെ ബോർഡ് എക്സാംസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട്. സോ ഇവിടെ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ബുക്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എന്താണ്, ഹൗ ടു പ്രിപ്പയർ എന്നൊരു സെഷൻ ഉണ്ട്. ഹൗ ടു പ്രിപ്പയറിൽ സിലബസ്, പാസ് പേപ്പേഴ്സ്, ഒളിമ്പ്യാഡ് ബുക്സ് എന്ന് കാണാം. സിലബസും പാസ് പേപ്പേഴ്സും ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒളിമ്പ്യാഡ് ബുക്സ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ബുക്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. സോ ഒളിമ്പ്യാഡ് ബുക്സിൽ നമ്മൾ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ് എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം, പ്രോബ്ലം പ്രൈമർ ഫോർ ഒളിമ്പ്യാഡ്. ആൻഡ് ഈ ബുക്കിന്റെ ഡീറ്റെയിൽസ്, ആരാണ് എഴുതിയിട്ടുള്ള, മറ്റു കാര്യങ്ങൾ, എത്രയാണ് ഇതിന്റെ പ്രൈസ് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ പറയാം. ആദ്യം ഏതൊക്കെ ബുക്സ് ആണ് അവൈലബിൾ? പ്രോബ്ലം പ്രൈമർ ഫോർ ദ ഒളിമ്പ്യാഡ്സ്. നെക്സ്റ്റ് വൺ, Challenge and Thrill of Pre-College Mathematics and an Excursion in Mathematics. Then Problem Solving Strategies. അതുപോലെ Functional Equations. ദെൻ നമ്മൾ നോക്കിയാൽ ഇനീക്വാലിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ബുക്സ് ഉണ്ട്. അതുപോലെ മാത്തമാറ്റിക്കൽ സർക്കിൾസ് എന്ന നെയിമുള്ള ബുക്സ് ഉണ്ട്. അപ്പോൾ ഈ ബുക്സ് ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ നെയിമും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സെർച്ച് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഈ ബുക്സിലുള്ളത്, നമ്മൾ പഠിക്കേണ്ട ആൾജിബ്ര ആണോ, ജോമെട്രി ആണോ, ഏത് കാര്യങ്ങളാണ് അതിലുള്ളത്, ജസ്റ്റ് ആ നെയിമും അല്ലെങ്കിൽ അതിന്റെ ഒരു കവർ പേജും കണ്ടിട്ടൊന്നും ആരും പോയി ബുക്ക് പർച്ചേസ് ചെയ്ത് ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യാന്ന് വെച്ചാൽ, ടു ഓർഡർ ദ ബുക്സ് ഇമെയിൽ യുവർ റിക്വയർമെന്റ്സ് ടു publications@hbcse.tifr.res.in. സോ ഇതിലേക്ക് നമ്മൾ അതിന്റെ പർച്ചേസ് ഡീറ്റെയിൽസ് നമ്മൾ മെയിൽ ചെയ്താൽ മതി. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ആർക്കൊക്കെ ഇതൊക്കെ വാങ്ങി ആരൊക്കെ പഠിക്കണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലാസ്സസ് ഒക്കെ കാണുന്നു, മാത്സ് കറക്റ്റ് ആയിട്ട് ഫൗണ്ടേഷൻ ഒക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ, നിങ്ങൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്നവരായിരിക്കില്ല,
അഡീഷണൽ ആയിട്ട് മറ്റു കാര്യങ്ങൾ പഠിക്കുക, ഹോം സ്കൂൾ ചെയ്യുന്ന ഒരുപാട് കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. സ്റ്റിൽ നിങ്ങൾ മാത്സിൽ എക്സൽ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്ന എക്സാംസ് ആണ് ഒബ്വിയസ്ലി നമ്മുടെ മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡ്. അതിന് വേണ്ടിയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ തന്നിട്ടുള്ള ബുക്സ് ആണ് ഇത്. അപ്പം നമ്മൾ എങ്ങനെ ഒരു പ്രോബ്ലത്തിന് അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മളുടെ ഒരു ഐഡിയ നമുക്ക് കുറച്ചും കൂടെ ചേഞ്ച് ആവും. ഇപ്പോൾ നമ്മളുടെ ഒരു മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ നമ്മളൊരു ഇക്വേഷൻ അതിലിട്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും വലിയൊരു ഇക്വേഷൻ എഴുതിയിട്ട് ആ നമ്പറൊക്കെ സോൾവ് ചെയ്യാനാണ്. അങ്ങനെയല്ല, നമ്മൾ ആ ക്വസ്റ്റ്യൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് തിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് തുടങ്ങുക, ഏത് സൈഡിൽ നിന്ന് തുടങ്ങണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിന്റെ സോൾവിങ്. അപ്പൊ നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ എൻഹാൻസ് ചെയ്യാൻ പറ്റിയ ബുക്സ് ആണ്. സ്റ്റിൽ ഞാൻ പറയാണ്, ഓരോ ബുക്സും എന്താണ് പറയുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിലോ മറ്റൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ ബുക്സ് ഒക്കെ പർച്ചേസ് ചെയ്യുക. ആൻഡ് വൺ മോർ ഫൈനൽ തിങ്, ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസിന്റെ നെയിമും പോസ്റ്റേഴ്സും ഒക്കെ കാണാം അല്ലേ. ഇത് നമ്മുടെ എക്സാം വൈയിലെ ഫൗണ്ടേഷൻ സ്റ്റുഡൻസ് ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ്, നമ്മുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒളിമ്പ്യാഡ്, ഇനി നമ്മുടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്ന ഒളിമ്പ്യാഡ്സ് പോലുള്ള ടെസ്റ്റുകളിൽ സ്കോർ ചെയ്തതിന്റെ റിസൾട്ട്സ് ആണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഫൗണ്ടേഷൻ കോഴ്സസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കൂൾ ലെവലിൽ പഠിക്കുന്നതിന് പുറമെ അഡീഷണൽ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാംസ് അല്ലെ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് വരുള്ളൂ. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ടെസ്റ്റുകളാണ് ഒളിമ്പ്യാഡ് എക്സാം. സോ ഏത് ടെസ്റ്റിനെ പറ്റി അറിയണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം വൈ ഒളിമ്പ്യാഡ്സ് ചാനൽ ചെക്ക്ഔട്ട് ചെയ്യാം. സോ അതുപോലെ തന്നെ നമ്മൾക്ക് 1-2 എക്സാംസ് ആണോ ഉള്ളത്, അതായത് നമ്മൾ ഒരു ഒളിമ്പ്യാഡ്, ഒരു മാത്ത് ഒളിമ്പ്യാഡ് അല്ലെങ്കിൽ ഒരു 7th നിങ്ങൾ ഒരു USS എന്നൊരു ടെസ്റ്റ് മാത്രമാണോ ഉള്ളത്? അല്ല, നമുക്ക് ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ചുറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കൂൾ ലൈഫിൽ നമുക്ക് പറ്റുന്ന ഒരു കാര്യം, നമ്മൾ സ്കൂൾ ലൈഫിൽ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, നമ്മളുടെ ക്ലാസ്സസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, നമുക്ക് കുറച്ച് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ MCQ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടൈമിൽ ട്രൈ ഔട്ട് ചെയ്യേണ്ട ഒരുപാട് എക്സാംസ് ഉണ്ട്. ഈ എക്സാംസിന്റെ ഡീറ്റെയിൽസ് അറിയാനും എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് അല്ലെങ്കിൽ JEE കോഴ്സ് ഒക്കെ ചെക്ക്ഔട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒളിമ്പ്യാഡ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ, നമ്മുടെ മറ്റ് ഒളിമ്പ്യാഡ്സും പ്രൈവറ്റ് ഒളിമ്പ്യാഡ്സും ഒക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസിലേക്ക് എത്തണം എന്നൊരു മൈൻഡ് സെറ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു താല്പര്യമാണ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ചെക്ക്ഔട്ട് ചെയ്യാം. അപ്പോൾ കോഴ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം, എന്താണ് നമ്മുടെ സ്ട്രാറ്റജി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.